ചാലിയം കടപ്പുറം കാണാൻ വളരെ നാളത്തെ ആഗ്രഹമാണ്. കാണാൻ വേണ്ടി ഒരു 4 മണിക്ക് പുറപ്പെട്ട് കടലോര പ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ടു മടങ്ങവേ എൻ്റെ മുന്നിൽ ഒരു ലൈറ്റ് ഹൗസ് കണ്ടു. ഉടൻ തന്നെ ഞാൻ ആ ലൈറ്റ് ഹൗസിലൊന്ന് കയറാൻ വേണ്ടി ആഗ്രഹം വന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നു. അവിടെയുള്ള കാവൽക്കാരൻ പറഞ്ഞു, ടിക്കറ്റിന് 10 രൂപയാണ്. 10 രൂപയാണെങ്കിലും 10 രൂപ. ഞാനത് വാങ്ങിയിട്ട് നേരെ ലൈറ്റ് ഹൗസിലേക്ക് കയറി. ഓരോ പടവ് ചവിട്ടും തോറും കാലിന് വല്ലാത്ത കടച്ചിലുണ്ട്. അങ്ങനെ മെല്ലെ ഞാൻ അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത്, പിന്നീട് അങ്ങോട്ട് കുറച്ച് ഇടുങ്ങിയ സ്ഥലമുണ്ട്. അത് എന്നെപ്പോലുള്ളവർക്കൊക്കെ സുഖമാണ്. കുറച്ച് തടിയുള്ളവർക്ക് അതിലൂടെ കയറാൻ പ്രയാസപ്പെടും. ഞാനും അങ്ങനെ മെല്ലെ കയറാൻ നോക്കി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ലൈറ്റ് ഹൗസിലേക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഒരുവിധ ഷുഗറൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വല്ലവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് മെല്ലെ ഒന്ന് 5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും, കൃത്യം 4:30 തുടങ്ങൽ, 5:30 ഇത് അവസാനിക്കും. ആ സമയം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഷുഗർ പോയി കിട്ടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വട്ടം ഞാൻ അങ്ങനെ കയറി. ഓരോ പടവും കയറും തോറും കാലിന് വല്ലാത്ത വേദന ഉണ്ട്. പിന്നെ ഈ കോണിയാണ് നമുക്ക് കയറാനുള്ളത്. ഇത് കയറുന്നതോടുകൂടെ നമ്മുടെ ഷുഗർ മുഴുവനും തീരും. കണ്ടില്ലേ, അതങ്ങനെ കയറണം. എന്നാൽ പിന്നെ ഇതിലൂട്ടാണ് കയറിയ ഷുഗറൊക്കെ അവിടെ പോവും. മാത്രമല്ല തടിയുള്ള ശരീരമൊക്കെ ഒന്ന് ചുരുങ്ങിക്കിട്ടും. അങ്ങനെ കയറി ഞങ്ങൾ ഈ ലൈറ്റിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചു. എന്തോ ഒരു ഭംഗി കാണാൻ. ആഗ്രഹമുള്ളവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കാണണം. ഈ ലൈറ്റുള്ള സ്ഥലത്ത് നിന്ന് വെളിയിലേക്ക് എത്താൻ ഒന്ന് കുനിഞ്ഞൊന്ന് കയറണം, എന്നെങ്കിലേ ഇവിടെ നമ്മൾ എത്തുള്ളൂ. ഇപ്പം ഇവിടുന്ന് നമ്മൾ പുറലോകത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ എന്തോ കാണാൻ നല്ലൊരു ചന്തമാണ്. ഇത് എവിടെയെന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് ദൂരമൊന്നുമല്ല, ചാലിയത്താണ്. ചാലിയം ലൈറ്റ് ഹൗസാണ് ഈ കാണുന്നത്. ഇതാണ് കറങ്ങുന്നത്. അതുപോലെ ഇവിടുന്ന് കടലേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണണം. വെറുതെ അകത്തിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നോമ്പാണെങ്കിലും വരിക, പക്ഷേ ഇത് കയറുമ്പോൾ നോമ്പ് മുറിയാനും സാധ്യതയുണ്ട്. പിന്നെ ബോട്ടുകൾ എല്ലാം നമുക്ക് ചെറുതായിട്ടാണ് കാണുക. അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിലൊരു ലൈറ്റ് ഹൗസിനേക്കാളും പൊക്കമുള്ള ഒന്ന് കാണുന്നത്. അത് ലൈറ്റ് ഹൗസ് അല്ല, അത് കടലിലൂടെ പോകുന്ന കപ്പലുകളുടെ വിവരങ്ങൾ അറിയാനുള്ള ഒരു ടവർ എന്ന് തന്നെ പറയാം. അതാകുന്നു. അതൊന്ന് കാണാം. അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ പണി തുടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ കടലിലൂടെ ആരെല്ലാം പോകുന്നോ, ഏതെല്ലാം കപ്പലുകൾ പോകുന്നോ, ആ കപ്പലുകളുടെ വിവരങ്ങളെല്ലാം അതിൽ ഉണ്ടാകും. അഞ്ചരക്ക് ഇത് സ്റ്റോപ്പാക്കും. അപ്പോൾ നിങ്ങൾ ഒരു 5:15 തന്നെ ഞാൻ മെല്ലെ താഴോട്ട് ഇറങ്ങി. ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ്. ഈ ഇറക്കം എന്ന് പറഞ്ഞാൽ ഇത് 1.5 ഇറക്കമാണ്. പെട്ടെന്ന് താഴോട്ടെത്തും. അതിലും വേഗതയിലെത്താൻ സാധ്യതയുണ്ട്. അതിന് പിടുത്തം വിട്ട് കഴിഞ്ഞാൽ
പക്ഷെ ശ്രദ്ധയോട് കൂടെ വേണം ഇറങ്ങാൻ. അങ്ങനെ ഓരോ പടവുകളും ഞങ്ങൾ ഇറങ്ങി തുടങ്ങി. അങ്ങനെ മക്കളെ 5:30 അത് അവസാനിപ്പിച്ച് ഞങ്ങളുടെ വാഹനത്തിൽ കയറി വീണ്ടും കടൽപ്പുറത്തിലൂടെ തന്നെ ഞങ്ങളെ വണ്ടി നീങ്ങി. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ സൂര്യൻ്റെ അസ്തമയം കാണുന്നത്. കാണാൻ എന്തൊരു ഭംഗിയാണ്! ഇതെല്ലാം കാണണം. വീട്ടിൻ്റെ അകത്തിരുന്ന ഇതൊന്നും കാണില്ല. ദൃഷ്ടാന്തമുണ്ട് ഇതിലെല്ലാം ചിന്തിക്കുന്നവർക്ക്.